1888 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത്. അതിനു മുമ്പ് റെയിൽവേ പാത ചാലിയം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാർ ചാലിയത്തിറങ്ങി ബേപ്പൂർ പുഴയും കല്ലായി പുഴയും തോണിമാർഗം കടന്ന് കോഴിക്കോട്ടേക്ക് എത്തേണ്ടിയിരുന്നു. ഈ പുഴകൾ കടക്കുവാനുള്ള തോണിയാത്രയുടെ ടിക്കറ്റ് ചാലിയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു. ഈ രണ്ട് കടവിനും പോലീസുകാരുണ്ടായിരുന്നു. കോഴിക്കോട്ടെ പൗരാവലിക്ക് ഈ അസൗകര്യം അധിക നാൾ സഹിക്കാൻ പറ്റിയില്ല. അവരുടെ ഒരു നിവേദനം കലക്ടർ അംഗീകരിക്കുകയും റെയിൽപാത കോഴിക്കോട്ടേക്ക് നീട്ടുകയും ചെയ്തു. മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം കണ്ടെത്തിയത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വില്യം ലോഗൻ ഈ സ്ഥലം സ്റ്റേഷന് വേണ്ടി തിരഞ്ഞെടുത്തത്. കനോലി കനാലിൻ്റെ ഒരു കൈവഴി ഇന്നത്തെ സ്റ്റേഷൻ്റെ സമീപത്തു കൂടിയാണ് ഒഴുകിയിരുന്നത്. ഈ കൈവഴിക്ക് റോബിൻസൺ കനാലെന്നും ബസാർ കനാലെന്നും പേരുണ്ടായിരുന്നു. സ്റ്റേഷൻ പണിയാനുള്ള സാധന സാമഗ്രികൾ ഈ കനാൽ വഴി കൊണ്ടുവരാമെന്നും സ്റ്റേഷന് നല്ലൊരു ഡ്രെയിനേജ് ആയിരിക്കും ഈ കനാലെന്നും അദ്ദേഹം സമർത്ഥിച്ചു. സ്റ്റേഷൻ കുറെ കൂടി മുന്നോട്ടാക്കുകയാണെങ്കിൽ വലിയങ്ങാടി ഉള്ളതിനാൽ സ്ഥലത്തിനു കൂടുതൽ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മദ്രാസ് ഗവർണറെ ധരിപ്പിച്ചു. ഒക്ടോബർ 20 കൂടിയ മുനിസിപ്പൽ കൗൺസിൽ യോഗവും ലോഗനെ പിന്താങ്ങി. ഒടുവിൽ മദ്രാസ് ഗവർണർ ലോഗന്റെ തീരുമാനത്തിന് പച്ചക്കൊടി കാണിച്ചു. എത്തിച്ചേരുന്നതാണ്. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 0603 शोरनूर कन्नूर स्पेशल ट्रेन थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आएगी. For the kind attention of passengers, train number 06031 शोरनूर कन्नूर स्पेशल ट्रेन will arrive shortly on platform number 3. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം ആദ്യം വലിയങ്ങാടിയിലേക്കായിരുന്നു തുറന്നിരുന്നത്. എന്നാൽ ചാലപ്പുറത്തെ ഹൈന്ദവ പ്രമാണിമാർ കൃഷ്ണസ്വാമി എന്ന പ്രമുഖൻ്റെ നേതൃത്വത്തിൽ വലിയങ്ങാടിയിൽ കൂടി ഞങ്ങളുടെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ വിഷമമുണ്ട് എന്നൊരു നിവേദനം കലക്ടർക്ക് കൊടുത്തു. ഇതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന കവാടം തുറന്നു കിട്ടിയത്.
എന്നാൽ ഇതിനെതിരെ തീയപ്രമാണിയായിരുന്ന കല്ലുങ്കൽ മൂപ്പൻ രംഗത്തു വന്നു. അദ്ദേഹം കളക്ടർക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതി: തളി നിവാസികളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ഒരു വഴി വെക്കുന്നതായാൽ അതിൽ കൂടി ചെറുമർ, കണക്കർ, കല്യാടി എന്നീ വിവാഹക്കാർ വഴി നടക്കാൻ ഇടയുണ്ട്. അത് ഞങ്ങളുടെ കല്ലുങ്കൽ ക്ഷേത്രം അശുദ്ധമാക്കാൻ ഇടയാക്കും. ആയതിനാൽ വഴി വെക്കാതിരിക്കുകയോ മേൽപ്പറഞ്ഞവരുടെ സഞ്ചാരം നിരോധിച്ചുകൊണ്ട് ബോർഡ് വെക്കുകയോ വേണം. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുക്കമല്ല എന്ന് കല്ലുങ്കൽ മൂപ്പനെ അറിയിക്കുകയാണ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് 1876 നിയമം കൊണ്ടുവന്നിരുന്നതിനാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് ചുറ്റും അനവധി വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3യുടെ വടക്ക് ഭാഗത്തായിരുന്നു സ്റ്റേഷൻ കെട്ടിടം. നിയോൺ വിളക്കുകൾക്ക് പകരം പന്തങ്ങളും റാന്തൽ വിളക്കുകളുമായിരുന്നു പതിവ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നപ്പോൾ ഗുണവും ദോഷവും ഉണ്ടായി. റോബിൻസൺ റോഡ് നമുക്ക് കിട്ടി എന്നതായിരുന്നു ഒരു ഗുണം. എന്നാൽ കനോലി കനാലിന് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായിരുന്നു ദോഷവശം. ഈ തീരുമാനത്തെ തുടർന്ന് ഇന്നത്തെ കോർണേഷൻ തിയേറ്റർ മുതൽ സ്വപ്നൻ നഗരി വരെയുള്ള ഭാഗങ്ങളിലെ നെൽകൃഷി മുടങ്ങുകയും കോഴിക്കോട്ടുകാർക്ക് കുറേയേറെ ചതുപ്പ് നിലങ്ങൾ കിട്ടുവാൻ ഇടവരുത്തുകയും ചെയ്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നപ്പോൾ ചാലിയം റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിക്കപ്പെട്ടു. തുടർന്ന് ചാലിയം റെയിൽവേ സ്റ്റേഷൻ ആദ്യം ഉപ്പ് ഗോഡൌണായും പിന്നീട് കോളറ ബാധിച്ച പട്ടാളക്കാരെ പുനരധിവസിപ്പിക്കുവാനും ഉപയോഗിച്ചു.